ഹലോ മൈ ഡിയേഴ്സ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇയർ എൻഡ് ആവുന്ന ഒരു ടൈമിലല്ലേ നിൽക്കുന്നത്. ഈ ഒരു ടൈമിൽ പുതിയ വർഷത്തിലേക്കുള്ള നിങ്ങളുടെ പ്രണയത്തിൻ്റെ യാത്ര, ലവ് ജേണി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലവ് ഒറക്കൽ കാർഡ് വഴി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. ലവ് ഒറക്കൽ കാർഡാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളൊരു 1 കാർഡ് സ്പ്രെഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് കാർഡ് എടുക്കാവേ. നമുക്ക് വരുന്നത് ഫ്ലർട്ട് എന്ന് ഉള്ളത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. അതായത് നമുക്ക് വളരെ ഫ്ലർട്ട് എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ എൻജോയ്മെൻറ്റും തമാശയും ഒക്കെ ഉള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ലവ് എനർജി, അതായത് ഫ്ലർട്ട്, നമ്മൾ പലരുടെ അടുത്തും ഫ്ലർട്ട് ചെയ്ത് നടക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ കൊണ്ടുവന്ന് വളരെ സ്മൂത്തായും വളരെ എൻജോയ്മെൻറ്റിലും ആ ഒരു റിലേഷൻഷിപ്പ് പോകുമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു നഷ്ടപ്രണയമൊക്കെ ആയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നല്ലൊരു പുതിയൊരു പ്രണയം വരാനും ആ ഒരു പ്രണയം എല്ലാ വിധത്തിലും മനോഹരമാകുന്നതുമായിരിക്കും എന്നാണ് കാണിച്ചു തരുന്നത്. അതല്ല, നിങ്ങളിപ്പോൾ നഷ്ടപ്പെട്ട അവർ തന്നെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ച് അതിൽ നല്ല നല്ല മനോഹരമായ മുഹൂർത്തങ്ങളെ കുറിച്ചിട്ട് എന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ ഒരു പ്രണയവും വന്നെത്തുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു ലവ് എനർജി 2026 കടക്കുമ്പോൾ ഉള്ളൊരു ലവ് എനർജി വളരെ നല്ല, വളരെ എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡാണ് ലവ് ഒറക്കൽ കാർഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതുമായി തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു കാര്യമായി തന്നെ പിന്നെ ഇത്തരത്തിലുള്ള റീഡിങ്ങുകൾക്ക്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് റീഡിങ്, ലവ് റീഡിങ്, ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് വഴിയും ഓറക്കൽ കാർഡ് വഴിയും എല്ലാം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഒരു ലോങ് ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്ട്രോളജി, ന്യൂമറോളജി, സോഡിയാക്ക് വഴി നോക്കി തരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പരിഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്ട്രോളജി വഴി ചെയ്തു തരുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ഫീസ് ഉള്ളതായിരിക്കും. താങ്ക് യു.